ഹായ് ഓൾ, നമുക്കിന്ന് ടൈപ്സ് ഓഫ് ആർ സി സി ബ്രിഡ്ജസ് പഠിക്കാം. ഓക്കെ, ആർ സി സി ബ്രിഡ്ജസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 6 ടൈപ്പാണുള്ളത്. ഒന്ന് ആർ സി സി സ്ലാബ് ബ്രിഡ്ജ്, രണ്ടാമത്തത് ആർ സി സി ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്, മൂന്നാമത്തത് ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്, നാലാമത്തത് ആർ സി സി മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്, ആൻഡ് അടുത്തത് ആർ സി സി ഡബിൾ കാൻഡിലിവർ ബ്രിഡ്ജ്, ആൻഡ് ലാസ്റ്റ് വൺ ആർ സി സി ബോ സ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ്. പലതും പല യൂസാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആർ സി സി സ്ലാബ് ബ്രിഡ്ജ് പഠിക്കാം. ഓക്കെ, ആർ സി സി സ്ലാബ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് കോൺക്രീറ്റ് ബീംസ് ഓർ സ്ലാബ്സ് റീൻഫോഴ്സ്ഡ് വിത്ത് സ്റ്റീൽ റോഡ്സ് അല്ലെങ്കിൽ റീൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. സാധാ ബീംസ് അല്ലെങ്കിൽ സ്ലാബ്സ് ആയിരിക്കും അതിനകത്ത് റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേക്കും. അപ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? ലോവർ പോർഷനിലും ആൻഡ് ഓൺ ദി ഐദർ സൈഡ് ഓഫ് ദി സ്ലാബ് വേർ ടെൻസൈൽ ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ് ആർ ദ ഗ്രേറ്റസ്റ്റ്. എവിടെയാണോ ടെൻസൈൽ ഫോഴ്സും ഷിയർ ഫോഴ്സും കൂടുതലാവുന്നത് അവിടെയാണ് നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതായത് എവിടെ ആയിരിക്കും? ലോവർ പോർഷനിലും അതുപോലെ തന്നെ സ്ലാബിൻ്റെ രണ്ട് എൻഡിലും. ഓക്കെ, ഇനി ആർ സി സി സ്ലാബ് ബ്രിഡ്ജ് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ളത് ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ലൈറ്റ് ട്രാഫിക്കാണ്. ഓക്കെ, പെഡസ്ട്രിയൻസിന് ലൈറ്റ് ട്രാഫിക്ക്, അതായത് ട്രാഫിക് വളരെ കുറവായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ആർ സി സി സ്ലാബ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പാൻ റേഞ്ച് എന്ന് പറയുന്നത് 15 മീറ്ററാണ് വരുന്നത്. 9 to 15 മീറ്റർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ ആർ സി സി ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്. ഓക്കെ, ആർ സി സി ടി ബീം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ അറിയാം ടി ബീം ആണ്. അതായത് മോണോലിത്തിക്കായിട്ട് നമ്മൾ ആ ബീമിൻ്റെ മോണോലിത്തിക്കായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന ലോങ്റ്റ്യൂഡൽ ഗേർഡേഴ്സ്, ടി ഷേപ്പിലുള്ള ലോങ്റ്റ്യൂഡൽ ഗേർഡേഴ്സാണ്. അതായത് അവിടെ തന്നെ പ്ലേ ചെയ്യുകയാണ്. അതായത് അവിടെ തന്നെ കാസ്റ്റ് സിറ്റു ബ്രിഡ്ജ് അവിടെ തന്നെ ചെയ്തു ഈ ഡെക്കുമായിട്ട് മോണോലിത്തിക്കായിട്ട് ടി ഷേപ്പിൽ ലോങ്റ്റ്യൂഡൽ ഗേർഡേഴ്സ് കാണും. ഓക്കെ, ആ ബീമിൻ്റെ രണ്ട് സൈഡിലുമായിട്ട്. ഇനി ലോങ്റ്റ്യൂഡൽ ഗേർഡേഴ്സ് സ്പേസ് ചെയ്തിരിക്കുന്നത് 2 to 3 മീറ്ററിലായിരിക്കും. ആൻഡ് ക്രോസ് ഗേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് അതിന് ക്രോസ് ആയിട്ട് ഗേർഡേഴ്സ് ആണല്ലോ. ലോങ്റ്റ്യൂഡൽ ഗേർഡേഴ്സ് 2 to 3 മീറ്റർ സ്പേസിലായിരിക്കും ഉള്ളത്. ആൻഡ് ക്രോസ് ഗേർഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ചെയ്തിരിക്കുന്നത് 4 to 5 മീറ്ററാണ്. ഓക്കെ, അവിടുത്തെ സ്പാൻ വരുന്നത് 20 മീറ്ററാണ്. പിന്നെ കുറച്ചുകൂടെ ഫോം വർക്ക് ഫാബ്രിക്കേഷനിൽ ഈസി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ചീപ്പറായിരിക്കും. ആർ സി സി സ്ലാബ് ബ്രിഡ്ജ് വെച്ച് നോക്കുമ്പോൾ ഫോം വർക്ക് കൺസ്ട്രക്ഷൻ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീപ്പറായിരിക്കും. ഓക്കെ, അതാണ് ആർ സി സി ടി ബീം ആൻഡ് സ്ലാബ് ബ്രിഡ്ജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ്. ഓക്കെ, ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ഡെക്ക് സ്ലാബ് ഈസ് മെയ്ഡ് മോണോലിത്തിക് വിത്ത് ദി വെർട്ടിക്കൽ അപ്പാർട്ട്മെൻറ്റ് വാൾസ്. അതിനകത്ത് വെർട്ടിക്കലായിട്ട് സൈഡിൽ അപ്പാർട്ട്മെൻറ്റ് വാൾസ് ആണല്ലോ, അതും അവിടുത്തെ ഹൊറിസോണ്ടലായിട്ട് ഡെക്ക് സ്ലാബ് മോണോലിത്തിക്കായിട്ട്, അതായത് ഒരുമിച്ച് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? വേർ ലാർജ് ഹെഡ് റൂം ഈസ് റിക്വയർഡ്. എവിടെയാണോ നമുക്ക് ഹെഡ് റൂം, വലിയ ഹെഡ് റൂം, അതായത് വലിയ ഹൈറ്റ് നമുക്ക് വേണ്ടത്, അവിടെയാണ് നമ്മൾ ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരു 1 വേ ആകുമ്പോൾ നോക്കുമ്പോൾ 20 മീറ്ററാണ് വരുന്നത്. തീരെ താഴാനും പാടില്ല. സ്പാൻ എന്ന് പറഞ്ഞാൽ ബിലോ 10 മീറ്ററിലും താഴാൻ പാടില്ല. അതുപോലെ വളരെ ലോങ് സ്പാൻസിന് ആർ സി സി റിജിഡ് ഫ്രെയിം ബ്രിഡ്ജ് പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആർ സി സി മൾട്ടിപ്പിൾ സ്പാൻ പോർട്ടൽ ബ്രിഡ്ജ്. മൾട്ടിപ്പിൾ സ്പാൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പല പല സ്പാനുകൾ കാണും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു വേയിലെ സ്പാൻ എന്ന് പറഞ്ഞാൽ 16 മീറ്റർ ആയിരിക്കും വരുന്നത്. ഇപ്പോഴും ഓരോ മൾട്ടിപ്പിൾ സ്പാൻസ് വരുന്നത് ജോയിൻറ്റുകൾ കൊണ്ട് തന്നെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതും സൂപ്പർ സ്ട്രക്ചർ എന്തായിരിക്കും? സപ്പോർട്ടിങ് അബട്ട്മെൻറ്റ് ആൻഡ് പിയേഴ്സ് വെച്ചിട്ട് മോണോലിത്തിക് ആയിട്ട് തന്നെ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആർ സി സി ഡബിൾ കാൻറ്റിലിവർ ബ്രിഡ്ജ്. ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ്. ഓക്കെ, മെയിനായിട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, കാൻറ്റിലിവർ രീതിയിലായിരിക്കും ഷേപ്പ് വരുന്നത്. അവിടെ ലോങ് ബ്രിഡ്ജസിനായിരിക്കും നമ്മൾ ഈ ആർ സി സി ഡബിൾ കാൻറ്റിലിവർ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അതായത് അപ് ടു 70 മീറ്റർ വരെ നമുക്ക് സ്പാൻ വരാം. ഓക്കെ, അതിനെ ഈ ആർ സി സി ഡബിൾ കാൻറ്റിലിവർ ബ്രിഡ്ജിനെ നമുക്ക് ബാലൻസ്ഡ് കാൻറ്റിലിവർ ബ്രിഡ്ജ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ആർ സി സി ബോ സ്ട്രിങ് ഗർഡർ ബ്രിഡ്ജ്. ഇതായിരിക്കും അതിൻ്റെ ഷേപ്പ്. അതായത് മേളിലോട്ട് ആർച്ച് റിബ്സ് കാണും. ഓക്കെ, അത് വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. സ്പാൻ വരുന്നത് 100 മീറ്റർ സ്പാനാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.